നമുക്കൊരുമിച്ച് വിശുദ്ധ വേദപുസ്തകങ്ങളെ തുറക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹോവ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം. രണ്ട് കാര്യങ്ങൾ. യഹോവ അരുളി ചെയ്തത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. രണ്ട്, അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് വചനത്തെ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപിൽ വളരെ ആദരവും ഭയഭക്തിയോടുകൂടി ഇരിക്കുന്ന തൻ്റെ ജനം വചനം ഭക്ഷിച്ച് ആത്മാവിലും ദേഹിയിലും ദേഹത്തിലും ലഭിക്കേണ്ട എല്ലാവിധ വിടുതലുകളും ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവെ ഞങ്ങൾ പിരിയുവാൻ ദൈവം സഹായിക്കുമാറാകണം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് വലിയ വിടുതലുകൾ സംഭവിപ്പാൻ ദൈവം ഇടയാക്കുമാറാകണം. തിരുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന് ഏകദേശം 627 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ എന്ന് പറയുന്ന ദേശത്തേക്ക് ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അയക്കപ്പെട്ട പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാ പ്രവാചകൻ യഹൂദ എന്ന് പറയുന്ന ദേശത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞ് വളരെയധികം മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ് എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവരുടെ ആത്മീയമായ അധപതനവും ധാർമ്മികമായ അരാജകത്വവും നിറഞ്ഞു നിന്ന നാട്ടിലേക്കാണ് പ്രവാചകന്റെ മേൽ ദൈവിക വചനത്തെ കൊടുത്തുകൊണ്ട് ദൈവം അയക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ ജീവിതവും അദ്ദേഹത്തിലൂടെ നൽകപ്പെട്ട ദൈവിക സന്ദേശങ്ങളും അരുളപ്പാടുകളെയും പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 7-ാം നൂറ്റാണ്ടിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പ്രവാചകനിലൂടെ അന്നത്തെ രാജ്യത്തിൽ ദൈവം അറിയിച്ചത് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചും ആത്മീയമായ അധപതനവും അവരുടെ കപടഭക്തിയും ആരാധനയും ദൈവത്തിൽ നിന്നും വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ തൻ്റെ ദാസനിലൂടെ ദൈവം വെളിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്ന വ്യർത്ഥ വഴികളെ ഉപേക്ഷിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം എന്നുള്ള ആഗോളപരമായ സന്ദേശം ദൈവം തൻ്റെ ദാസനിലൂടെ കൊടുക്കുവാനായിട്ട് ഇടയായി. നമ്മൾ വായിച്ചു, ഇത് യിരെമ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചൊരു വാക്യമാണ്. ഇർമിയാഹു എന്നാണ് എബ്രായ ഭാഷയിൽ തൻ്റെ പേര് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. യ എന്ന് പറയുന്ന പദവും യർമു എന്ന് പറയുന്ന 2 പദങ്ങളും ചേർത്തുകൊണ്ടാണ് ഈ വാക്കുണ്ടായിരിക്കുന്നത്. ഇർമിയാഹു. ഇതിൻ്റെ അർത്ഥം യഹോവ ഉയർത്തി, യഹോവ ഉയർത്തും, യഹോവ ഉയർത്തിയത് എന്നാണ് അർത്ഥം വരുന്നത്. ഈ പുസ്തകത്തിൽ വാസ്തവത്തിൽ 3 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലുള്ള പുസ്തകം, യിരെമ്യാ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിവിധ രചനാ രീതികൾ ഈ പുസ്തകത്തിൽ കാണാം. ഗദ്യം, കവിത, പരിഹാസം, വിലാപങ്ങൾ, അഭിനയിച്ചു കാണിച്ച ഉപമകൾ, ജീവചരിത്രം, സംഭവ ചരിത്രം എന്ന് തുടങ്ങുന്ന വിവിധ രീതികൾ ഈ പുസ്തകത്തിനകത്ത് അവലംബിച്ചിട്ടുണ്ട്. 1 മുതൽ 29 വരെയാണ് ആദ്യ പുസ്തകമായി കരുതപ്പെടുത്തുന്നത്. ദൈവജനത്തിൻ്റെ ഇടയിൽ വ്യാപരിച്ച അശുദ്ധി, അവരുടെ മേൽ കിടന്ന പാപം, കപടഭക്തി, വിഗ്രഹാരാധന, ദൈവത്തെക്കാൾ ഉപരി കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത്, ദൈവത്തെക്കാൾ ഉപരി സമൂഹത്തിന് പ്രാധാന്യം കൊടുത്തത്, ദൈവത്തെക്കാൾ ഉപരി ബിസിനസ്സിന് പ്രാധാന്യം കൊടുത്തത്, ദൈവത്തെക്കാൾ ഉപരി പഠനത്തിന് പ്രാധാന്യം കൊടുത്തത് എന്ന് തുടങ്ങുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വ്യാപരിച്ച സകലവിധ അശുദ്ധികളെയും എടുത്തു പറയുകയും മാത്രമല്ല, ആ അശുദ്ധി തുടരുന്ന പക്ഷം തൊട്ടടുത്തുള്ള അയൽവക്ക രാജ്യത്തെ ഞാൻ എഴുന്നേൽപ്പിച്ച് അതിനൊരു പരിഹാരവും നിർമ്മാർജ്ജനവും വരുത്തും എന്നെഴുതിയിരിക്കുന്നതായ 1 മുതൽ 29 വരെയുള്ള പുസ്തകം ആദ്യത്തെ പുസ്തകം. 2-ാം പുസ്തകം 30 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാണ്. ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ തുളുമ്പുന്ന ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുന്നതാണ് ആ അധ്യായങ്ങൾ. അതിനെ 2-ാം പുസ്തകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ഒടുവിലായി നാം കാണുന്നത് 3-ാമത്തെ പുസ്തകമാണ്. 46 മുതൽ 52 വരെ കാണുന്ന അധ്യായങ്ങൾ 3-ാമത്തെ പുസ്തകമായിട്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ബാറൂഖ് എന്ന് പറയുന്ന വ്യക്തിയാൽ ആണ് താൻ ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ന്യായവിധിയുടെ സന്ദേശം ദൈവം അറിയിച്ചപ്പോൾ തന്നെ പ്രത്യാശയുടെ സന്ദേശവും താൻ കൊടുക്കാൻ മറന്നില്ല. പ്രവാസത്തിന്റെ സന്ദേശം ദൈവം അരുളപ്പാടായി കൊടുത്തപ്പോൾ തന്നെ മടങ്ങി വരവിന്റെ സന്ദേശവും കൊടുക്കാൻ ദൈവം മറന്നില്ല. ഒരു പുതിയ നിയമത്തെ ഹൃദയത്തിനകത്ത് എഴുതുമെന്നും അവൻ ഈ കൽപ്പലകകളിലും പുസ്തകങ്ങളിലും ചുരുളിലുകളിലും എഴുതി വെച്ചിരിക്കുന്ന നിയമത്തെ ലംഘിച്ചു കളയാൻ മറക്കാത്ത മനുഷ്യൻ
ഹൃദയത്തിനകത്തൊരു പുതിയ നിയമം എഴുതി കൊടുത്താൽ അവർ ഒരിക്കലും മറന്നു പോവുകയില്ല, അതിൽ വിശ്വസ്തരായി തുടരും. എൻ്റെ ജനം ജീവിതാന്ത്യം മുഴുവനും എന്നെ ആരാധിക്കും, എന്നെ മഹത്വപ്പെടുത്തും, എൻ്റെ നാമത്തെ വെളിപ്പെടുത്തും എന്നുള്ളതിനാൽ ഒരു പുതിയ നിയമത്തെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിനരികിലേക്ക് വരുന്നവരുടെ ഹൃദയഫലങ്ങളിൽ ഞാൻ എഴുതും എന്നുള്ളൊരു വാഗ്ദത്തവും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരമ്യാ പ്രവചന പുസ്തകത്തിൽ പൊതുവായി നാം കാണുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. പ്രവാചക പുസ്തക ഗ്രന്ഥങ്ങളിൽ മുഴുവനും നമ്മൾ കാണുന്ന ഒരു വലിയ സന്ദേശമാണ് മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. ഒരു യഥാർത്ഥ പ്രവാചകന്റെ 3 ഗുണങ്ങൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകൻ തന്നെയോ എന്ന് മനസ്സിലാക്കാനുള്ള 3 ഗുണങ്ങൾ. അത് അവബോധം, അനുഭവം, തിരിച്ചറിവ് എന്നീ തുലാങ്ങളിൽ അല്ലെങ്കിൽ മെഷർമെന്റിൽ, അളവുകോലിലാണ് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഒരു യഥാർത്ഥ പ്രവാചകനുള്ള അവബോധം? ഒന്ന്, ദൈവമാണ് മുൻകൈയെടുത്ത് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു അവബോധം പ്രവാചകനുണ്ടായിരിക്കും. 2, ദൈവിക സാന്നിധ്യത്തിന്റെ അനുഭവം ഒരു യഥാർത്ഥ പ്രവാചകൻ തന്നെയെങ്കിൽ ആ വ്യക്തി എപ്പോഴും അനുഭവിക്കും. 3-മത്തെ കാര്യം, യിരെമ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വയ ആത്മീയ അപര്യാപ്തതയുടെ ഒരു തിരിച്ചറിവ് ആ മനുഷ്യനുണ്ടായിരിക്കും. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വർഷിപ്പ് ലീഡ് ചെയ്ത സമയത്ത് ആ വർഷിപ്പിന് വേണ്ടി വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, ഒരു പാട്ടിന്റെ രൂപത്തിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ചെവിയിൽ ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ ആ ചോദ്യത്തിന് മുമ്പാകെ ഞാൻ ശൂന്യനായിപ്പോയി. ഞാൻ ഒന്നുമില്ലാത്തവനെ, അപര്യാപ്തത, ദ ഇൻസഫിഷ്യൻസി എൻ്റെ മനസ്സിനകത്തുണ്ടായി. പ്രവാചകന്റെ യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ പ്രവാചക ദൗത്യത്തിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഇൻസഫിഷ്യൻസി അവിടെ കാണിക്കുന്നുണ്ട്. ദൈവമേ, ഞാനൊരു ബാലനാണ്, ഈ ഉദ്യോഗത്തിൽ നിന്നും എന്നെ പിന്നിലേക്ക് വലിക്കണം. ഒരു യഥാർത്ഥ പ്രവാചകൻ തന്നെയെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്തുള്ള ഇൻസഫിഷ്യൻസിയെ തിരിച്ചറിയും, അത് ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകും. 15-1 എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നേതാക്കൾ, വ്യാജ പ്രവാചകന്മാർ, മതപ്രചാരകന്മാർ, ഇവരൊക്കെയും തന്നെ വധിച്ചു കളയാനായിട്ട് പിന്നാലെ കൂടി എന്നുള്ളതാണ്. എന്നാൽ ഓരോ തവണയും തന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ തന്റെ പിന്നാലെ തക്കം പാർത്തപ്പോൾ സർവശക്തനായ ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ചു. തനിക്ക് മരണത്തിൽ നിന്നുള്ള സംരക്ഷണത്തെ നൽകി. താൻ രക്ഷയെ അനുഭവിച്ചു. 2-മത്തെ കാര്യം, ശത്രുക്കളുടെ കയ്യിൽ നിന്നുമുള്ള വിടുതലുകളാണ്. യെരുശലേം തകർന്നുപോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബാബിലോണിലുള്ള രാജാക്കന്മാർ അകത്ത് കയറി യഹൂദ ജനം മുഴുവനും അടിമകളായി കൊണ്ടുപോയി. പക്ഷേ ബാബിലോണിലെ സേനാധിപതിയായ നെബൂഖദ്നേസറിന്റെ സൈന്യാധിപതിയായിരിക്കുന്ന നെബൂസരേദ്, ഇദ്ദേഹത്തിന്റെ ചങ്ങലകളെ അഴിച്ച് അദ്ദേഹത്തിന് മോചനം നൽകിയിട്ട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ള ഇടത്തേക്ക് പോകാൻ ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരികയാണ്. 40-4. അങ്ങനെ അദ്ദേഹത്തിന് ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുതലിനെ കൊടുത്തുകൊണ്ട് ദൈവം രക്ഷ നൽകി. 3-മത്തെ കാര്യം എന്ന് പറയുന്നത് മാനസികമായ അതിജീവനങ്ങളാണ്. ഭയങ്കര നിരാശയിലൂടെ അദ്ദേഹം കടന്നുപോയി, ഏകാന്ത തടവിലൂടെ അദ്ദേഹം കടന്നുപോയി. യിരെമ്യാവ് പലപ്പോഴും വീണുപോകും എന്ന് കരുതി. പക്ഷേ തൻ്റെ ശുശ്രൂഷ നിവർത്തിയാക്കാൻ, തൻ്റെ ശുശ്രൂഷ നിറപടിയാക്കാൻ, വിളിച്ച ദൈവത്തിന് വിശ്വസ്തയോടുകൂടെ നിലകൊള്ളാൻ, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അന്ത്യത്തോളം പൂർത്തീകരിക്കാൻ, അദ്ദേഹം വീണുപോകാതിരിക്കാൻ, ശുശ്രൂഷ പൂർത്തിയാക്കാനുള്ള ആത്മധൈര്യം ദൈവം നൽകിക്കൊണ്ട് തന്നെ രക്ഷിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവ പൈതങ്ങളെ, നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്. മാനസികമായി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏകദേശം 70 വർഷക്കാലത്തോളം ദൈവത്തിന്റെ സന്നിധാനത്ത് പ്രവർത്തിച്ച കെന്നത്ത് ഇ ഹെഗിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തൻ്റെ ശുശ്രൂഷയിൽ ഏകദേശം 60 വയസ്സോട് അടുത്ത് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഈ യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചപ്പോൾ 50 വർഷക്കാലത്തോളം ഒരു തലവേദന വരാതെ പോലും എന്നെ നടത്തിയൊരു ദൈവം. ഹല്ലേലൂയ! ശരീരത്തിന് ഒരു തലവേദന പോലും വരാതെ നടത്തിയ ഒരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് ചിലരെ രക്ഷിപ്പാൻ അവൻ കാത്തിരിക്കുകയാണ്. ദേഹി ആത്മാവിൽ രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവവേദങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആമേൻ, കൃത്യമായി ദൈവിക രക്ഷ ഇന്ന് പകൽ നമ്മൾ അനുഭവിക്കാനിടയാകും. തനിക്ക് കിട്ടിയ രക്ഷ, മരണത്തിൽ നിന്നുള്ള രക്ഷ, ശത്രുവിന്റെ കയ്യിൽ നിന്നുള്ള രക്ഷ, മാനസിക സംഘർഷങ്ങളിൽ നിന്നുള്ള രക്ഷ. 2-മത്, എന്ത് നന്മയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹത്തിന് കിട്ടിയ നന്മ നമ്മളൊന്ന് പരിശോധിച്ചാൽ ആമേൻ 4 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാം. 1, ഈ ഉലകത്തിൽ അദ്ദേഹത്തിന് ലഭിക്കാത്ത ഏറ്റവും വലിയ നന്മ എന്ന് നമുക്ക് പറയാം, ദൈവിക സാന്നിധ്യം അനുഭവിക്കാനുള്ള നന്മയാണ്. 15-20 പരിശോധിച്ചാൽ ദൈവം അദ്ദേഹത്തോട് പറയുന്നു, നിന്നെ വിടിവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ! നമ്മുടെ ഇവിടെ സഹോദരിമാരെ കാണുന്നില്ല, പക്ഷെ വിദേശ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ സഹോദരിമാർ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവരുടെ പോക്കറ്റിനകത്ത് പെപ്പർ സ്പ്രേകളുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്.
അവരുടെ കയ്യിൽ ഇലക്ട്രിക് ഗൺസുകളുണ്ട്. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സമയത്താണോ അവരുടെ ജീവിതത്തിൽ ആക്രമണം വരുന്നതെന്ന് അറിയില്ല, ഒരു പോക്കറ്റടി ഉണ്ടാകുന്നതെന്ന് അറിയില്ല, ഒരു കള്ളൻ, ഒരു ഗൂൺസ് അവരുടെ അടുക്കൽ, റൗഡീസ് കയറി വരുന്നതെന്ന് അറിയില്ല. അവരിൽ നിന്നും സ്വയം സംരക്ഷണം ഉണ്ടാകാനാണ് അവരിതെല്ലാം കൊണ്ട് നടക്കുന്നത്. ആമേൻ. നമ്മുടെ സഹോദരിമാരെ ശീല കൂടെ ഭർത്താവിനെ കൊണ്ടു നടക്കും, ഭർത്താവ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സഹോദരന്മാരുണ്ട്. കാര്യം അവരാണ് എന്തെന്ന് ഇവരുടെ രക്ഷയ്ക്കുള്ള ടൂൾ. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ അവരുമില്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഇവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കും. എത്ര പേര് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ദൈവത്തെ കൂടെ കൊണ്ടുപോകാൻ തയ്യാറാണ്? വീട്ടിൽ കൊണ്ട് വച്ചിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും വന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടെ കൊണ്ടുപോകാൻ. താൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മകളിലൊന്ന് കർത്താവിന്റെ സാന്നിധ്യം താൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ദൈവം പറയുന്നു, നിന്നെ വിടുവിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ, ലോകം മുഴുവനും അദ്ദേഹത്തെ എതിർത്ത് നിന്നപ്പോഴും ലോകത്തെ ഉണ്ടാക്കിയവൻ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ നന്മ ദൈവവചനത്തിന്റെ സന്തോഷമാണ്. ബട്ട് ദ ടൈം ഈസ് വെരി ഷോർട്ട് ബിഫോർ അസ്. ദൈവവചനത്തിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം 15:16 പറയുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആകുന്നു. നമ്മൾ വളരെ പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് സന്തോഷം നഷ്ടപ്പെടുമ്പോൾ, ആനന്ദം മാഞ്ഞു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ ദൈവവചനത്തിൽ നിന്നും സന്തോഷവും ആനന്ദവും കണ്ടെത്താത്തൊരു വ്യക്തിയാണ് എന്നുള്ളത്. ആരുടെയെങ്കിലും പ്രവൃത്തി മുഖാന്തരമോ ആരുടെയെങ്കിലും ഇടപെടൽ മുഖാന്തരമോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അസ്തമിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, ദൈവവചനത്തിൽ നിന്നും സന്തോഷവും ആനന്ദവും കണ്ടെത്തേണ്ട വിധം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. യേശുവിൻ്റെ ജീവിതത്തെ പരിശോധിച്ചാൽ, ആമേൻ, താൻ ശുശ്രൂഷയ്ക്കിറങ്ങിയാൽ ഒരു ഭാഗത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, മറുഭാഗത്ത് തന്നെ കൺഫ്രണ്ട് ചെയ്യുന്നവരുണ്ട്. ആമേൻ, തന്നെ ഉപരോധിച്ചവരോടും താൻ ആ രീതിയിൽ പെരുമാറി, തന്നെ സപ്പോർട്ട് ചെയ്തവരോടും താൻ ആ രീതിയിൽ പെരുമാറി. പക്ഷേ ആ ദിവസത്തെ തൻ്റെ മാനസിക വ്യഥ താൻ എങ്ങനെ മറികടന്നു എന്ന് ചോദിച്ചാൽ, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, രാത്രിയാകുമ്പോൾ തനിക്കൊരു പ്രയാണമുണ്ട്. അത് മലമുകളിലേക്കുള്ള പ്രയാണമാണ്. മലമുകളിലേക്ക് കയറി ചെന്ന് അപ്പൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തിയ ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. അത് നമ്മൾ മാതൃകയാക്കണം. പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തുന്ന സിറ്റി ചർച്ചിലെ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിലനിൽക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന സിറ്റി ചർച്ചിലെ സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവചനത്തിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്ന സിറ്റി ചർച്ചിലെ ദൈവപിതാക്കൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇത് പ്രവാചകന്റെ സാക്ഷ്യമാണ്. അങ്ങയുടെ വചനങ്ങൾ എനിക്ക് സന്തോഷമായി, അങ്ങയുടെ വചനം എനിക്ക് ഹൃദയത്തിൽ ആനന്ദമായി. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന് നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന പുസ്തക രൂപത്തിൽ അദ്ദേഹത്തിന് വചനമില്ല. ചുരുളുകളിൽ പോലും എഴുതി വച്ചതിനെ വലിച്ചു കീറി അടുപ്പത്തിട്ട് തീയിട്ട് ചുട്ടുകളഞ്ഞ ഒരു നിമിഷത്ത് ഹൃദയത്തിനകത്ത് പകർന്ന ദൈവവചനത്തിൽ ആനന്ദം കണ്ടെത്തിയ മനുഷ്യൻ, ചെവിയിൽ കേട്ട വചനത്തിൽ ആനന്ദം കണ്ടെത്തിയ മനുഷ്യൻ, ആ മനുഷ്യനെ ഇന്ന് പകരം നമ്മൾ മാതൃകയാക്കണം. ദൈവം അതിൽ നമ്മളിൽ നിന്നും അത് ആഗ്രഹിക്കുകയാണ്. കഷ്ടങ്ങൾക്കിടയിലും ദൈവവചനം അനുഭവിക്കാനുള്ള കൃപ അദ്ദേഹത്തിന് ലഭിച്ചു. വലിയ നന്മ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശ്വസ്തനായ ദാസനെ എന്നുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രവചനങ്ങൾക്ക് നിവർത്തി വന്നപ്പോൾ ലോകം മുഴുവൻ പറഞ്ഞത്, ഭ്രാന്തൻ, സത്യം പറയുന്നവനെ നീ ഭ്രാന്തൻ. 15:10. നീ കലഹപ്രിയൻ. 20:7-8. നീ പരിഹാസപാത്രം. 20:10. ഭയചകിതനായ മനുഷ്യൻ. 38:4. രാജ്യദ്രോഹി, വിശ്വാസവഞ്ചകൻ. 28:10-11. നീ ഒരു വ്യാജ പ്രവാചകൻ. ഒന്നൊക്കെ വിളിച്ചവരുടെ മുമ്പാകെ ദൈവിക അംഗീകാരം കിട്ടിയപ്പോൾ അവർ തന്നെ തിരിച്ചു പറഞ്ഞു, അല്ലല്ല, നീ ഒരു കലഹപ്രിയനല്ല, നീ ഒരു ഭ്രാന്തനല്ല, നീ ഒരു പരിഹാസപാത്രമല്ല, നീ ഭയചകിതനല്ല, നീ രാജ്യദ്രോഹിയല്ല, നീ വിശ്വാസവഞ്ചകനല്ല, നീ വ്യാജപ്രവാചകനല്ല, മറിച്ച് നീ സത്യദൈവത്തിന്റെ പ്രവാചകൻ തന്നെ എന്ന് ഇതാ കാലം തെളിയിക്കുന്നു, ഇതാ ചരിത്രം തെളിയിക്കുന്നു, ഇതാ രാജ്യങ്ങൾ വിളിച്ചു പറയുന്നു, അവശേഷിച്ചവർ പറയുന്നു. ആകാശത്തിനും ഭൂമിക്കും നാഥനായ ദുഷ്ടൻ നിൽക്കുന്ന നീ കാണും. നീ അങ്ങോട്ട് പോകും. എങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ ആലയത്തിൽ പോകുന്നതാണ്. ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ശക്തി പ്രാപിച്ച് കൃപ പ്രാപിച്ച് വചനം കേട്ട് അതിനനുസരിച്ച് ജീവിക്കും എന്നുള്ള തീരുമാനമൊക്കെ എടുത്ത്, ആമേൻ, അങ്ങോട്ട് പോയപ്പോൾ പൂച്ചക്കുട്ടി, ഇങ്ങോട്ട് വന്നപ്പോൾ പുലിക്കുട്ടി ആയിട്ട് തിരിച്ചു വന്ന് ദുഷ്ടനെ നേരിടാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അവനവിടെ കാണാനില്ല. ദൈവം അവനെ എടുത്തു കളഞ്ഞു. സ്തോത്രം. ആമേൻ. സിനിമയൊക്കെ നമ്മളെ തെറ്റുപഠിപ്പിക്കും. സിനിമയിൽ ആശ്രയിക്കരുത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഡിസ്നി പുതിയൊരു ഒരു കാർട്ടൂൺ ഇറക്കിയിട്ടുണ്ട്, ഡേവിഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ. അത് ക്രിസ്മസിനനുബന്ധിച്ച് അവർ റിലീസ് ചെയ്ത ചിത്രമാണ്. നമ്മളിവിടെ ഒന്നും റിലീസാവില്ല, പക്ഷേ അമേരിക്കൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ റിലീസാവും. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വചനവിരുദ്ധമാണ്. ഒരു റൈറ്ററിൻ്റെ മനസ്സിനകത്ത് വന്ന രീതിക്കാണ് അദ്ദേഹം ഡേവിഡിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചോസൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. അത് മൊർമോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വളരെ കാര്യമായിട്ട് ദൈവവചനത്തിനകത്ത് ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇങ്ങനെയുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പെട്ട് അതാണ് ശരി എന്ന് നമ്മൾ വിചാരിച്ചു പോകും. ഒരിക്കൽ ജോസണിൻ്റെ ഒരു സീരീസിൽ മാർക്കോസ് വന്ന് യേശു എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, കർത്താവ്, ഞാൻ രക്ഷപ്പെടണോ? അപ്പം യേശു എന്ന് അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നു, പറയുന്നത്, നിന്റെ ഹൃദയം എന്തു പറയുന്നു? ഈ പുസ്തകത്തിൽ അങ്ങനെയൊന്നും ഇല്ല.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുത്ത് കർത്താവ് ഞാൻ രക്ഷപ്രാപിക്കണമെന്ന് ചോദിച്ചാൽ യേശു എന്ത് പറയും? രക്ഷപ്പെടാൻ ഒരേ വഴി ഞാൻ മാത്രമേ ഉള്ളൂ, കയറി വാ. നമ്മുടെ ഹൃദയം കപടമുള്ളത് എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ചോസനിലെ ഡയലോഗോ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. വെസ്റ്റേൺ കൺട്രീസിലുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ അത് ഭയങ്കര ഭക്തിയാണെന്നൊന്നും ചിന്തിച്ച് കളയരുത്. പുസ്തക ജ്ഞാനം നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കണം. നിർത്തട്ടെ. അവശേഷിക്കപ്പെട്ടവരുടെ ശുശ്രൂഷ. വീഴ്ചയ്ക്ക് മുമ്പ് ദൈവദാസൻ എവിടെ ഉണ്ട്? വീഴ്ച നടക്കുമ്പോൾ ദൈവദാസൻ എവിടെ ഉണ്ട്? വീഴ്ചയ്ക്ക് ശേഷവും വിശ്വസ്തയോടുകൂടെ ദൈവദാസനുണ്ട്. ദൈവമക്കളെ, സിറ്റി ചർച്ചിനകത്ത് വിശ്വസ്തത ആചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ആമേൻ, സിറ്റി ചർച്ചിന്റെ ആരംഭത്തിൽ ആരംഭം മുതൽ ഇതിനകത്തുള്ളവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിറ്റി ചർച്ചിന്റെ വിശാലതയുടെ സമയത്ത് ഇതിനകത്ത് ദൈവം നിർത്തുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സിറ്റി ചർച്ച് തിരുവനന്തപുരം മുഴുവനും പടർന്ന് ഇത് ബ്രാഞ്ചുകളും കൈവഴികളുമായി മാറി അനേക ശുശ്രൂഷകന്മാരെ കുടുംബമായി മാറ്റി മിഷനറികളെ എഴുന്നേൽപ്പിച്ച് കോളേജുകളെ ഉണ്ടാക്കി, ആമേൻ, വേദപുസ്തകം നന്നായി പഠിപ്പിച്ച് ഈ തിരുവനന്തപുരത്തെ മുഴുവനും വിഴുങ്ങി സിറ്റി ചർച്ച് നിൽക്കുമ്പോൾ അന്നും സിറ്റി ചർച്ചിനകത്തുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വീഴ്ചയ്ക്ക് മുൻപും വീഴ്ചയ്ക്കും ശേഷവും നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. They are so faithful. പ്രവാസത്തിന് ശേഷം ദേശത്ത് ശേഷിച്ച ദാരിദ്ര്യ ജനത്തെ ശുശ്രൂഷിക്കാനും ഈ മനുഷ്യനെ നിർത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു പ്രവാചകന്റെ ദൗത്യം. പ്രവാചകൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയധികം കഷ്ടം അനുഭവിച്ചെന്ന് അറിയാമോ? പുള്ളിക്ക് ഒരു റെസ്റ്റ് ഇല്ല. ഹി ഈസ് റെസ്റ്റ്ലെസ്. ദൈവിക ശുശ്രൂഷയിലേക്ക് ഒരുവൻ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, എന്നെ കർത്താവ് മുൻകൈയെടുത്താണ് വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഹി വിൽ നോട്ട് സീ റെസ്റ്റ് ഇൻ ഹിസ് ലൈഫ്. അവൻ ഏറ്റവും ഒടുവിലായി വിശ്രമിക്കുന്നത് അരിമനാഥനായ കർത്താവിന്റെ കരങ്ങളിലായിരിക്കും. തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, പ്രിയൻ ഒരുക്കിയിരിക്കുന്ന ഇടത്തായിരിക്കും. ഈ ഭൂതലത്തിൽ പാർക്കുന്നിടത്തോളം കാലം പരിശുദ്ധാത്മാവ് എന്ന എണ്ണ ഈ നെറുകം തലയിൽ വീണിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഈ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുന്നെങ്കിൽ, കർത്താവിന്റെ ആത്മാവ് വചനം വായിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ആത്മചൈതന്യം തരുന്നെങ്കിൽ, he will be restless in his whole lifetime. ജീവിതം മുഴുവനും ഒരു ശുശ്രൂഷകൻ, ആമേൻ, വിശ്രമമില്ലാത്തവനായി തുടരും എന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ശുശ്രൂഷകനെ സംബന്ധിച്ച് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചപ്പോൾ തന്നെ നോട്ടമിട്ട കർത്താവ് പ്രവാസത്തിന് പോയവർക്ക് നിന്നും മിച്ചം വന്നവരെ ശുശ്രൂഷിക്കാൻ ഈ മനുഷ്യനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കണം, ദൈവമേ, എന്നെ എന്തുകൊണ്ട് ആ തരത്തിലുള്ള ശുശ്രൂഷയ്ക്ക് വിടുന്നില്ല? ബിക്കോസ് ഐ ആം ഫീലിംഗ് സോ മച്ച് കംഫർട്ടബിൾ ഇൻ മൈ ഏരിയാസ്. എൻ്റെ പലവിധ സാഹചര്യങ്ങളിൽ ഞാൻ കംഫർട്ടാണ്. കംഫർട്ട് സംടൈംസ് വിൽ ബി എ സ്നേർ ബിഫോർ us. നമ്മുടെ മുമ്പിൽ കംഫർട്ടോടുകൂടെയുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ അത് കുരുക്കിലേക്ക് കൊണ്ട് തള്ളും. ഇപ്പം എൻ്റെ 2 കുട്ടികളെയും ഞാൻ വിവാഹം ചെയ്ത് വിട്ടു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ 2 പെണ്ണുങ്ങളും അവനെ ഉപേക്ഷിച്ചിട്ട് പോയി, 2 പേരെയും. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എൻ്റെ മനസ്സ്, മാതാപിതാക്കളുടെ മനസ്സ്? അതാണ് സാറ. ഇവിടെ പറയുന്നത് നോക്കൂ, ഇടുങ്ങിയ ഇടം എന്നാണ് അതിൻ്റെ അക്ഷരീകമായ അർത്ഥം. ഒരു വ്യക്തി അനുഭവിക്കുന്ന ആന്തരികമായ ഞെരുക്കമാണ്. നിങ്ങൾ പാസ്റ്ററിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ പാസ്റ്റർ പറയും. ചിലർ വന്ന് പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി നിൽക്കും, പക്ഷെ പറയൂല. കാര്യം പറയാൻ വേണ്ടി വാ തുറക്കുമ്പോൾ തന്നെ വിങ്ങിപ്പൊട്ടി കരച്ചിലേ വരികയുള്ളൂ. ഇടറുന്ന ശബ്ദമായിരിക്കും, ഒന്നും കേൾക്കാൻ തോന്നുകയില്ല. അങ്ങനെയുള്ളവരുടെ മേൽ വളരെ ആത്മാവിനെ പകർന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് സാറ എന്ന് പറയുന്ന വലിയ അനുഭവമാണ്. ഒരു വ്യക്തി അനുഭവിക്കുന്ന ആന്തരികമായ ഞെരുക്കം, സമ്മർദ്ദം എന്നിവയെ സൂചിപ്പിക്കുന്നു. പുറത്ത് കടക്കാനാവാത്ത വിധം ഞെരിഞ്ഞ് ജീവിക്കുന്ന, ശ്വാസം മുട്ടി ജീവിക്കുന്ന സാഹചര്യത്തെ ചൂണ്ടിക്കാണിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ഇത് ദുരന്തത്തിന്റെ കാഠിന്യത്തെ കാണിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ സ റ നമ്മളിൽ ഉണ്ടാകും. ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ റ ആ ഉണ്ടാകും. ലളിതമായി പറഞ്ഞാൽ ബാഹ്യമായും അനർത്ഥങ്ങൾ ഉണ്ടാകും, ആന്തരികമായും അനർത്ഥമുണ്ടാകും. നമ്മുടെ ജീവിതം മുഴുവനും പ്രശ്നകലുഷിതമായി തീരും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അനർത്ഥകാലത്തും കഷ്ടകാലത്തും എന്നുള്ളതിന് 2 പദങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സത്യം മുറുകെ പിടിച്ചവൻ എന്താ കർത്താവ് പറയുന്നത്? ഈ അനർത്ഥകാലത്ത് ബാഹ്യമായ ഉന്മൂലനങ്ങളും വിനാശങ്ങളും സംഭവിക്കുമ്പോഴും, ആന്തരികമായിട്ടുള്ള വലിയ വീഴ്ചകളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോഴും നിൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോ, ചിലരെ നിന്റെ അടുക്കൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ശുശ്രൂഷകനെ സംബന്ധിച്ച് ആന്തരിക ഞെരുക്കവും ബാഹ്യ ഞെരുക്കവും ഉണ്ടെങ്കിലും അടുത്തവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കോ എന്നുള്ളതാണ് വാസ്തവത്തിൽ കർത്താവ് യിരെമ്യാവിലൂടെ പറയുന്നത്. ഒരു ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവർ ഇന്ന് ദൈവസന്നിധിയിൽ ഏറ്റെടുത്ത് പറയണം, കർത്താവേ, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്, വിത്തൗട്ട് യുവർ പവർ ഐ കനോട്ട് വിത്ത്സ്റ്റാൻഡ്. കർത്താവേ, ശുശ്രൂഷ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ആമേൻ, എൻ്റെ വേദനകളെ മറക്കാൻ ഞാൻ പഠിക്കണം, കണ്ടില്ല എന്ന് നടിക്കാൻ പഠിക്കണം. കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനം കിട്ടി, പക്ഷേ മക്കളെയും ഭാര്യയും ഇറക്കി വിടാനുള്ള ഒരു അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിൽ വാസ്തവത്തിൽ അതൊരു ശുശ്രൂഷക്കാരത്തിയായി എന്ന് നമ്മൾ യിരെമ്യാവിൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. യിരെമ്യാവിനോട് പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ ശത്രുക്കളെ കൊണ്ടുവരും എന്ന് പറയുകയാണ്. നമുക്ക് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്? നമ്മൾ ഒരിക്കലും ശത്രുക്കളെ കണ്ട് ജീവിക്കരുത്. പകരം ശത്രുക്കളുടെ ഹൃദയത്തെ കയ്യിൽ ഏന്തുന്ന ദൈവത്തെ കണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ആമേൻ. എന്നിട്ട് കർത്താവിനോട് പറയണം, ദൈവമേ, എൻ്റെ ജീവിതത്തിനകത്ത്, ആമേൻ, നന്മയ്ക്കായി ദൈവം ഒരു വിടുതൽ ചെയ്താൽ
ആ വിടുതലിനെ ഞാൻ ഉറപ്പോടെ നിന്ന് സത്യത്തിന് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന ഒരു വലിയ തീരുമാനം എടുക്കാൻ നമ്മൾ ഇന്ന് തയ്യാറാകണം. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവേ, ദൈവമേ, ഈ വചനം എൻ്റെ ജീവിതത്തിനകത്ത് നിവർത്തിയായി വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നൊന്ന് നമുക്കൊന്ന് പറയാം. എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ ഒരിക്കലും പാഴായി പോവുകയില്ല. എൻ്റെ പീഡനത്തിന് ഒരു അന്ത്യമുണ്ട്. ശത്രുവായി കണ്ടവരുടെ മുമ്പിൽ ദൈവം എന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തോട് ഏറ്റു പറയാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.